നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. നമുക്കിപ്പം MSK സമീർ പിലാക്കൽ. MSK അപ്പോൾ MSK രാവിലത്തെ ടാക്ടിക്സിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയിട്ടാണ് സപ്പോർട്ട് ചെയ്തത്. അപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു, ഞാൻ സമീറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രേക്കിംഗ് കാർഡ് നമ്പൊക്കെ അടിച്ചു വെച്ചോ, ഇന്ന് CSK പൊട്ടുമെന്ന്. നമ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്പൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചു. MSK CSK ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് MSK അവസാന നിമിഷം കൊണ്ടുപോയി ബോട്ടിൽ ചെയ്യാണല്ലോ. ഇന്ന് ഞാൻ മാത്രമല്ല, നമ്മള് രാവിലത്തെ മാത്രമല്ല പാസ്സാക്കിയതായിരുന്നു. അപ്പൊ ഇന്നത്തെ മത്സരം കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നത് മറ്റേ ആകാശ് മഹാരാജ് പിന്നെ സിംഗ് എന്നുള്ളൊരു പ്ലെയർ ഇന്ന് ഓരോ വിക്കറ്റ് എടുത്തതിന് ശേഷം ഒരു പേപ്പർ ഇങ്ങനെ ഫുൾ പ്ലാനിങ്. ഇന്നത്തെ പ്ലാനിങ് ഇതാണ്. ഐഡിയ ആരെന്ന് പറഞ്ഞ് CSKക്കുള്ള പിന്തുണ സവീർ പറഞ്ഞ ഐഡിയ. അതോടുകൂടിയിട്ട് മത്സരം മുതൽ CSK വിജയിക്കുന്നു. അതെ അതെ അതെ. അല്ല, അങ്ങനെയെങ്കിലും ജയിക്കട്ടെ. ഒരു മാൻഡ്രേക്ക് എന്നുള്ള പേര് കൂടുതലും എനിക്കാണ് ഇപ്പോ ഒരുപാടുണ്ട്. അതിന്റെ ഏറ്റവും പെർഫെക്റ്റ് ഉദാഹരണം പഞ്ചാബ് കിങ്സിന്റെ ആയിരുന്നു. അതായത് ആദ്യത്തെ 7 മത്സരം കഴിഞ്ഞു, 6 വിജയം, മഴ കൊണ്ടുപോയൊരു സമനിലടക്കം 13 പോയിന്റ്. ആദ്യത്തെ 7 റൗണ്ട് മത്സരങ്ങളിൽ ഉറപ്പായിട്ടും നിശ്ചയമായിട്ടും പഞ്ചാബ് പ്ലേ ഓഫിലെത്തുന്നല്ല, പഞ്ചാബ് കപ്പടിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. MSK ഒരു ടാക്ടിക്സിന് ഇട്ട മുമ്പ് ആ കപ്പ് എടുത്ത് പഞ്ചാബിന് കൊടുത്തേക്കെന്ന്. പിന്നീട് പിന്നീട് അവർ 5 മത്സരം കളിച്ചു, 5ലും തോറ്റു. അല്ല, ഇന്നത്തെ മത്സരത്തിൽ തന്നെ MSK കാർത്തിക് ശർമ്മനെ കുറിച്ച് 14 കോടിക്ക് എടുത്ത് വേസ്റ്റ് ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. ആള് അല്ല, ഇതില് ഇന്നത്തെ നിക്കോളാസ് പുരൻ 10 പൈസക്കേ ഇല്ല, പുള്ളി ഇവിടെ നിർത്തിപ്പോണം എന്ന് പറഞ്ഞു. തെന്നി മാറുന്നു. റെഡിയാണ് മാൻഡ്രേക്ക്, അവർ റെഡിയാണ്. മാൻഡ്രേക്ക് എന്നുള്ളത് അവര് കളിക്കാത്തതിന് ഞാനെന്ത് ചെയ്യണം? അത് സ്പോർട്സിന് മാത്രല്ല കേട്ടോ. KC വിജയിക്കുന്നു, അല്ല KC മുഖ്യമന്ത്രി ആവെന്ന് പറഞ്ഞ് മാൻഡ്രേക്ക് കളിച്ച് സതീശനെ മുഖ്യമന്ത്രിയാക്കിയ ആളാ. ഓക്കെ, ഇതില് ഈ ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പിന്നെ കൃത്യമായിട്ടും അതായത് ടോസിന് ശേഷം ഋതുരാജ് ഗെയ്ക്വാദ് പറഞ്ഞൊരു വാക്കുകളുണ്ട്. അതായത് ഇറ്റ്സ് എ 170-180 പിച്ച് എന്നുള്ളതിൽ അവിടെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ അതൊരു ബാക്ക്വേർഡ് പോയിന്റ് ആണ്. അതായത് പിന്നെ ടീമിനെ പിന്നോട്ടടിക്കുന്ന ഒരു പ്രഡിക്ഷൻ ആണ് ഈ പിച്ച്, ഒരു 170-180 പിച്ച് എന്നുള്ള രീതിയിൽ. മിച്ചൽ മാർഷും അതുപോലെ പിന്നെ അവരുടെ ബാറ്റർമാരൊക്കെ, ഓപ്പണേഴ്സൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കണ്ടു. അവർക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പിച്ചിൽ. പക്ഷേ ഒരു ക്യാപ്റ്റൻ തുടക്കത്തിൽ തന്നെ ഡിഫൻസീവ് മോഡിലേക്ക് പോവുകയാണ്. ഇറ്റ്സ് എ 170-180 പിച്ച് എന്ന രീതിയിൽ അദ്ദേഹം മനസ്സിലൊരു ഗെയിം സെറ്റ് ചെയ്യാണ്. ഇതാണ് ടോട്ടൽ എന്ന രീതിയിൽ സെറ്റ് ചെയ്യാണ്. ആ ഒരു മനോഭാവത്തോടു കൂടിയാണ് ചെന്നൈയുടെ ബാറ്റർമാരൊക്കെയും ആദ്യം സഞ്ജു സാംസണും അടക്കം, ഋതുരാജ് ഗെയ്ക്വാദ് അടക്കം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കാർത്തിക് ശർമ്മ അടക്കം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെ ചെന്നൈയുടെ ഒരു മൈൻഡ് സെറ്റ് ഡൗൺ ആവുകയാണ്. അവർ പ്രതീക്ഷിക്കുന്നത് 170-180 എന്ന ടോട്ടൽ ഒരു ഡിഫെൻഡബിൾ ടോട്ടൽ എന്ന രീതിയിലാണ്. എന്നിട്ടും 187 അവർക്ക് അടിക്കാൻ പറ്റി. എന്തുകൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യമാണ്. അവിടെ തന്നെ ഒരു ഡിഫെൻസീവ് ക്രിക്കറ്റാണ് ചെന്നൈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ചെന്നൈ ഡിഫെൻസീവ് എന്ന് പറയുമ്പോൾ ഋതുരാജ് ഗെയ്ക്വാദ് ഓപ്പണറായി ഇറങ്ങുന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയ ഡിഫെൻസീവ് മൂഡ്. കാരണം ഋതുരാജിന് ആ ഒരു മത്സരത്തിൽ പോലും ഇതേപോലെ അദ്ദേഹത്തിന് ഓപ്പണർ ഇറങ്ങിക്കൊണ്ട് ഒരു അഗ്രസീവ് സ്റ്റൈൽ ബാറ്റിംഗ് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. ക്യാപ്റ്റൻ എന്ന പേരുള്ളത് കൊണ്ട് മാത്രം ടീമിൽ നിലനിൽക്കുന്ന ഒരു താരമായി അദ്ദേഹം മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെയുള്ളത് ഇപ്പോൾ സമീർ പറഞ്ഞല്ലോ, ഈ കാർത്തിക് ശർമ്മ അദ്ദേഹം നല്ല ഇന്നിങ്സ് കളിച്ചു. ഞാൻ വിശ്വസിക്കുന്നില്ല ഇതൊരു നല്ല ഇന്നിങ്സ് ആണെന്ന് വിശ്വസിക്കുന്നില്ല. അതായത് 42 പന്തിൽ 71 റൺസ് അടിച്ചു. രക്ഷാപ്രവർത്തനം നടത്തി എന്ന് പറയുമ്പോഴും ഈ രക്ഷാപ്രവർത്തകർ എടുക്കുന്നൊരു സ്വാതന്ത്ര്യമുണ്ട്. രക്ഷാപ്രവർത്തകർക്ക് പിന്നെ ഒരുപാട് ഡോട്ട് ബോളുകൾ കളിക്കാം, അല്ലെങ്കിൽ ആ ഒരു മൂഡിൽ കളിക്കാം എന്ന രീതിയിൽ വരുമ്പോൾ ആ ഡോട്ട് ബോളുകൾ ആ ടീമിന് എത്രത്തോളം പിന്നെ ചതിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 42 പന്തിൽ 71 എന്ന് പറയുമ്പോൾ അതിൽ 14 ഡോട്ട് ബോളുകളാണ് അദ്ദേഹം കളിച്ചിരിക്കുന്നത്. അതായത് ഒരു T20 മത്സരത്തിൽ 14 വരുന്ന സമയത്ത് ഏറ്റവും മോശം അവസ്ഥയിലായിരുന്നു. അല്ല, പക്ഷേ മോശം അവസ്ഥയിലാണെങ്കിലും മറ്റു ടീമിലെ ബാറ്റർമാരൊക്കെ കളിക്കുന്നത് ഇത്രയും ഡോട്ട് ബോളുകൾ കളിച്ചുകൊണ്ടാണ് ഞാൻ രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളത്, ആ ഒരു സ്വാതന്ത്ര്യം അങ്ങ് എടുക്കുകയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്ന ബാറ്റർമാർ. മറ്റു പല ടീമുകളിലും T20 ഒരുപാട് മെച്ചപ്പെട്ട സമയമാണ്. അവരൊക്കെയും ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നപ്പോൾ പോലും CSKക്കാണ് ഈ രക്ഷാപ്രവർത്തകർ എപ്പോഴും അവരെ പിന്നോട്ടടിക്കുന്നത്. മുമ്പൊരു മത്സരത്തിൽ ഋതുരാജ് ഗെയ്ക്വാദും ഇതേപോലെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. രക്ഷാപ്രവർത്തനം എന്നുള്ളത് ഒരിക്കലും ഒരുപാട് ഡോട്ട് ബോളുകൾ കളിക്കുക. ഋതുരാജ് ഒറ്റയ്ക്ക് അതെ, പക്ഷെ അത് രക്ഷാപ്രവർത്തനം എന്നുള്ളത് ഒരിക്കലും സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യട്ടെ.
14 പന്തുകൾ ഡോട്ട് ബോൾ കളിക്കുക എന്ന് പറയുമ്പോൾ 14 ബോളുകളിൽ റണ്ണേ ബോൾ കളിക്കുകയാണെങ്കിൽ തന്നെ അതൊരു 80+ റൺസ് അദ്ദേഹത്തിന്റെ സ്കോർ ആവും. ഈ 14 റൺസ് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. രക്ഷാപ്രവർത്തനം എന്നുള്ളത് ഒരിക്കലും ഡോട്ട് ബോളുകൾ കളിക്കുക എന്നുള്ളതല്ല. അദ്ദേഹം ടീമിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിനൊപ്പം നല്ല സപ്പോർട്ട് കൊടുക്കുന്ന പ്ലേയേഴ്സ് ഇല്ല. അല്ല അവിടെ ഭയങ്കര ഡൗൺ ആയിരുന്നു. അല്ല അവിടെ പ്രശ്നം ഇതാണ്. ബ്രവിസിന്റെ കേസിന് ബ്രവിസ് ഫസ്റ്റ് ബോൾ 6 അടിച്ചിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ അതിനുശേഷമുള്ള ഓവറുകളിൽ മായങ്കിന്റെ ഓവറുകൾ വരുന്നു. ആ ഓവറിലൊക്കെ 5 ബോളുകളും ഇദ്ദേഹമാണ് ഫേസ് ചെയ്യുന്നത്. പല സമയത്തും ലാസ്റ്റ് ബോളിൽ സിംഗിൾ എടുത്തുകൊണ്ട് ബ്രവിസിന് ഒരു ഘട്ടത്തിൽ ബോളുകൾ കിട്ടാത്തൊരവസ്ഥയുണ്ടായിരുന്നു. പല ഓവറുകളിലും 2 or 3 ഡോട്ട് ബോളുകൾ വെച്ചുകൊണ്ട്, അതായത് എതിർഭാഗത്തുള്ള ബാറ്റർമാരെ പോലും ടെൻഷൻ ഉണ്ടാക്കാൻ ഇങ്ങനെയുള്ള ബാറ്റിംഗ്, ഇങ്ങനെയുള്ള ഒരു അവസാന ആള് 160 സ്ട്രൈക്ക് റേറ്റ് ആയിരിക്കാം. അതൊക്കെ അംഗീകരിക്കുന്നു. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അപ്പുറത്തുള്ള ബാറ്റർക്ക് പിന്നെ ടെൻഷൻ ഉണ്ടാക്കാൻ ഇങ്ങനെയുള്ള രക്ഷാപ്രവർത്തനം കൂടി എന്താ പറയാ, അതുകൊണ്ട് ടെൻഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബ്രവിസൺ അത് ഫസ്റ്റ് ബോൾ 6 അടിച്ച ഒരു പ്ലെയർക്ക് പിന്നീട് ഈ കൃത്യമായിട്ടും സ്ട്രൈക്ക് കിട്ടാത്ത അവസ്ഥ വരുന്നു. പല സമയത്തും അദ്ദേഹം നോൺ സ്ട്രൈക്കർ എൻഡിൽ തന്നെ നിൽക്കേണ്ടി വരുന്നു. മായങ്കിൻ്റെയൊക്കെ പന്തുകൾ അദ്ദേഹം വളരെ പേടിയോടുകൂടി നേരിട്ടു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെയുള്ളത് ആകാശിന്റെ പെർഫോമൻസ് ആണ്. ശരിക്കും ആകാശിന്റെ പെർഫോമൻസ് അദ്ദേഹത്തിന് ഡെബ്യൂ മാച്ചാണ്. ഈ ഒരു പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് വിക്കറ്റുകൾ എടുത്തു. സഞ്ജു സാംസനെ പോലുള്ള ഒരു ബിഗ് ഷോട്ടിന്റെ വിക്കറ്റ് എടുത്തു. ഋതുരാജിന്റെ വിക്കറ്റ് എടുത്തു. അതുപോലെ അദ്ദേഹമാണ് ഉർവിൽ പട്ടേലിന്റെ വിക്കറ്റ് എടുത്തു. ഉർവിൽ പട്ടേലാണ് കഴിഞ്ഞ മത്സരത്തിൽ 13 പന്തിൽ 50 അടിച്ചുകൊണ്ട് LSGയെ തകർത്തു വിട്ടത്. അതേ ഉർവിൽ പട്ടേലിന്റെ വിക്കറ്റ് എടുത്തു. ഈ 3 വിക്കറ്റ് എടുത്തതിന് ശേഷവും അദ്ദേഹം ഇതുപോലെ ഈ പേപ്പർ ഇങ്ങനെ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ആഹ്ലാദ പ്രകടനം കണ്ടു. ഞാൻ ആലോചിച്ചത് ഇതിനു മുമ്പും ഇതേപോലെ പേപ്പർ ഉയർത്തിക്കൊണ്ട് ആഘോഷ പ്രകടനം നടത്തിയ ഒരുപാട് പേരുണ്ട്. കഴിഞ്ഞ സീസണിൽ അഭിഷേക് ശർമ്മ ഇതേപോലെ ഉർവിൽ പട്ടേൽ വ്യത്യസ്തമാകുന്നത് ഇത് ആള് ആക്ക് തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത ഒരു സാധനം. ഇതില് പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുള്ളത്, ഉർവിൽ പട്ടേൽ കുറെ മത്സരങ്ങൾ കളിച്ചു. അവസാനം കഴിഞ്ഞ മത്സരത്തിലാണ് ഇദ്ദേഹം ഒരു 50. അപ്പോൾ അദ്ദേഹം എല്ലാ മത്സരത്തിന്റെയും തുടക്കത്തിൽ ഇതുപോലെ ഒരു പേപ്പർ കീശയിൽ വെച്ചിട്ടായിരിക്കും ഇറങ്ങുന്നത് എന്നുള്ളൊരു സംശയം തോന്നിയിട്ടുണ്ട്. അഭിഷേക് ശർമ്മയും കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒരുപാട് മത്സരങ്ങൾക്ക് ശേഷം ഒരു സെഞ്ചുറി അടിച്ചപ്പോൾ, അപ്പോൾ ഇവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്നുള്ളത് അവർ പേപ്പർ ആദ്യം തന്നെ ഇതൊക്കെ എഴുതി വെച്ചിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. പക്ഷെ ഇവിടെ വ്യത്യസ്തനാവുന്നത് ആകാശിന്റെ ഫസ്റ്റ് മാച്ചാണ്. ഫസ്റ്റ് മാച്ചിൽ തന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു പേപ്പർ എഴുതിക്കൊണ്ട്, ഒരു ഡെഡിക്കേഷൻ പേപ്പർ എഴുതിക്കൊണ്ട് അദ്ദേഹം തൻ്റെ പോക്കറ്റിൽ വെക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹം അത്രയും പ്രിപ്പയർ ആയിട്ടാണ്, അതായത് അത്രയും കോൺഫിഡൻറ്റോട് കൂടിയിട്ടാണ് ഈ കളിക്കാൻ ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഫസ്റ്റ് മാച്ചിൽ തന്നെ ഡെലിവർ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പന്തുകൾ കാണുമ്പോൾ, ആ ഒരു കോൺഫിഡൻസ് കാണുമ്പോൾ, ആ ഒരു ഫേസ് കട്ട് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് 99 വേൾഡ് കപ്പിൽ ന്യൂസിലാൻഡ് ഒരു ബോളർ ഉണ്ടായിരുന്നു, ജെഫ് ആലട്ട് എന്ന് പറഞ്ഞിട്ട്. ജെഫ് ആലട്ട് ലെഫ്റ്റ് ഹാൻഡ് പേസർ ആയിരുന്നു. ജെഫ് ആലട്ട് ആ സമയത്ത് ആ ഏകദിന ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത താരമായിരുന്നു. 20-ലേറെ വിക്കറ്റുകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. 9 മാച്ചിൽ നിന്നും 20-ലേറെ വിക്കറ്റുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പന്തുകൾക്ക് മുന്നിൽ ആ സമയത്ത് ലോക ക്രിക്കറ്റിലെ ഒരുവിധപ്പെട്ട എല്ലാവരും കുഴഞ്ഞ് മറിഞ്ഞ ഒരു സമയം ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ സയ്യിദ് അൻവറിനെയൊക്കെ ബോൾഡാക്കിയ പന്തുകൾ, മൈക്കൽ ബെവനെ പുറത്താക്കിയ പന്തുകൾ, ആ സമയത്ത് ജെഫ് ആലട്ട് തൻ്റെ പേരിൽ എഴുതിയ ഒരു ലോകകപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു വരവ് ഗംഭീരമായിരുന്നു. ജെഫ് ആലട്ടിനെ സംബന്ധിച്ച് എടുത്തു പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ വളരെ കുറഞ്ഞ മത്സരങ്ങളെ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ. വെറും 31 മത്സരങ്ങൾ മാത്രമാണ് 4 വർഷം നീണ്ട കരിയറിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത്. 29ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് പരിക്ക് കാരണം വിരമിക്കേണ്ടി വന്നു. അതിനൊപ്പം അദ്ദേഹത്തിന്റെ ഒരു ഇതിന്റെ ഔട്ട് ഓഫ് ഇതാണ് ചെറിയൊരു രസകരമായ ഒരു കൗതുകം കൂടി പറയാം. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നിങ്സുകളിൽ ഒന്ന് 101 മിനിറ്റ് ക്രീസിൽ ചെലവഴിച്ചുകൊണ്ട് 77 പന്തുകൾ നേരിട്ടുകൊണ്ട് 0 പുറത്തായി, അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തു. അതായത് ക്രിസ് ഹാരിസിന്റെ കൂടെയാണോ അല്ലെങ്കിൽ ക്രിസ് കെയ്ൻസിന്റെ കൂടെയാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കൂടിയും ഒരു അവസാന നിമിഷം മറ്റൊരു ബാറ്ററുടെ കൂടെ നിന്നുകൊണ്ട്, വാലറ്റക്കാരനാണ് അദ്ദേഹം, 11ാമനായിട്ട് ഇറങ്ങുന്ന താരമാണ്. ഈ 101 മിനിറ്റ് അദ്ദേഹം ഒരു ടെസ്റ്റിൽ ബാറ്റ് ചെയ്തു. 77 പന്തുകൾ നേരിട്ടു, 0 മടങ്ങി. പക്ഷേ ആ പാർട്ണർഷിപ്പ് 36ഓളം റൺസിന്റെ പാർട്ണർഷിപ്പ് അദ്ദേഹം ഉണ്ടാകും. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. പക്ഷേ 29ാമത്തെ വയസ്സിൽ കളി റിട്ടയർ ചെയ്യേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ ബോളിംഗ് പെർഫോമൻസ് ആണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു മുഖം കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് പേസ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അദ്ദേഹത്തെയാണ്, ജെഫ് ആലട്ടിനെയാണ്. ജെഫ് ആലട്ടിനെ പോലെ ഒരു ഹ്രസ്വമായ കരിയർ അല്ലാതെ ആകാശ് ഒരു വലിയൊരു കരിയർ IPL ഉണ്ടാക്കട്ടെ എന്ന് ആശംസിക്കാം. എങ്കിൽ കൂടിയും CSK സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വപ്നങ്ങൾ കൂടി അവസാനിച്ച രീതിയിലാണ് ഈ ഒരു തോൽവി ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ CSKക്ക് ഇനിയുള്ള മുന്നോട്ട് പോക്ക് വലിയ പാട് തന്നെയായിരിക്കും. ഇപ്പോൾ LSGയുമായിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞതേ ഉള്ളൂ. അടുത്ത ഒരു എവേ മാച്ചിലും അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രകടനമായിരുന്നു. പ്രത്യേകിച്ച് ഓപ്പണർമാർ തന്നെ ഏറെക്കുറെ അവർക്ക് വിജയം നൽകി. ഒരു 100+ ടൈറ്റ് പാർട്ണർഷിപ്പ് അവർ നേടുകയുണ്ടായി. അപ്പോൾ LSGക്ക് എവിടെയാണ്, CSKക്ക് എവിടെയാണ് പിഴച്ചുകൊണ്ടിരിക്കുന്നത്? CSKക്ക് ഈ ജാമി ഓവർട്ടന്റെ കുറവ് നന്നായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇന്നിപ്പോൾ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ ടോപ്പ് ഓർഡർ പെട്ടെന്ന് കൂടാരം കയറിയെങ്കിൽ പോലും MSK പറയുന്നതിനപ്പുറം എനിക്ക് കാർത്തിക് ശർമ്മയുടെ ഇന്നിങ്സ് നല്ലൊരു ഇന്നിങ്സ് ആയിട്ടാണ് തോന്നിയത്.
അതെന്താണെന്നറിയില്ല. അക്കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. കാരണം ഈ ആകാശ് വരുന്നു, സഞ്ജു, ഋതുരാജ്, ഉറുവിൽ എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ കളിയിലെ 13 പന്തിൽ 50 അടിച്ച് താരം. അപ്പോൾ ഇവരെ മൊത്തം കൂടാരം കയറ്റിയിട്ട് ടോപ്പ് ഓർഡർ തകരുമ്പോൾ കൂടുതൽ സേഫ് സ്കോർ കണ്ടെത്തുക, മത്സരം ഡീപ്പിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് ആയിരുന്നു കാർത്തിക് ശർമ്മ ചെയ്തിട്ടുള്ളത്. ബാധകമാകുന്ന സാധനമാണ്. അത് തന്നെ കാർത്തിക് ശർമ്മ ചെയ്തത്. വേറൊരു ആംഗിൾ അത് ഓക്കെ ആയിരിക്കും. മത്സരത്തിൽ ആദ്യ 6 വരുന്നത് തന്നെ എട്ടാം ഓവറിലൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഒരു മത്സരത്തിൽ ആങ്കർ ചെയ്ത് കാർത്തിക് ശർമ്മ നല്ലൊരു സ്കോർ പടുത്തുയർത്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഈ ജാമി ഓർട്ടന്റെ കേസ് പറയുമ്പോൾ നമ്മൾ അപ്പുറത്ത് പറയുന്നത് കാംബോജിനെ കുറിച്ചാണ്. കാംബോജ് ഏകദേശം ഇന്ന് 16 പന്തിൽ ഏകദേശം 63 റൺസെറ്റ് വിട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കളി തിരിയുന്നത് തന്നെ 5-ാം ഓവറിൽ കാംബോജ് 28 റൺസാണ് വിട്ടു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 4-5 സിക്സർ കൊടുക്കുമ്പോൾ തന്നെ കാംബോജ് ആകെ ഇല്ലാണ്ടാവുന്നുണ്ട്. അതേ കാംബോജിനാണ് ഒരു 17-ാം ഓവറിലൊക്കെ വീണ്ടും ഋതുരാജ് തിരിച്ചു വിളിക്കുന്നതും. ഇപ്പോൾ കാംബോജിന്റെ കാര്യം പറയുമ്പോൾ ഒരാളെ കൂടി മെൻഷൻ ചെയ്യേണ്ടിയിരിക്കുന്നു, ഹാരിസ് നെന്മാർ. സ്ഥിരമായിട്ട് കാംബോജിനെ പുകഴ്ത്തുന്ന ഒരാളാണ്. ഇന്ത്യൻ ടീമിൽ വരട്ടെ. മോസിൻ ഖാൻ ഓൾറെഡി അദ്ദേഹം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷെ കാംബോജിന്റെ ഇന്നത്തെ ബോളിംഗ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഒരേ ലെങ്ത്, ഒരേ മറ്റൊരു പ്രത്യേകിച്ച് അദ്ദേഹം മിച്ചൽ മാർഷ് ഔട്ടാവുന്ന സമയത്തും ഒരു സാധ്യത ഉണ്ടായിരുന്നു ചെന്നൈക്ക് തിരിച്ചു വരാനൊക്കെ. പിന്നീട് തുടർച്ചയായിട്ട് വിക്കറ്റുകൾ നേടുന്നു, നൂർ അഹമ്മദ് നന്നായിട്ട് എറിയുന്നു. പക്ഷെ വീണ്ടും ഇവിടെ കാംബോജിനെ കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് ചിത്രം പൊളിയാണ് ചെയ്തത്. അപ്പോൾ ഈ ബൗളിങ്ങിലെ പോരായ്മയാണ് CSKയുടെ ഇനിയുള്ള പ്രശ്നമായിട്ട്, വെല്ലുവിളിയായിട്ട് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും അതിൽ CSKക്ക് ഇഞ്ചുറി തന്നെയാണ്. കാരണം ഇപ്പോൾ വേറെ ഏത് ടീമാണെങ്കിലും ഇത്ര പോലും കളിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ മറക്കാനും പാടില്ല. തുടക്കം മുതൽ, അതായത് അവരുടെ സീസൺ സ്റ്റാർട്ടിങ് മുതലേ അവർക്ക് ഇഞ്ചുറി കാരണം റീപ്ലേസ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 4 മത്സരത്തിൽ അവർക്ക് ഡബിൾ ബ്രേവ്സ് ഉണ്ടായിരുന്നില്ല. പിന്നീട് ഓരോ പ്ലേയേഴ്സിനെ മാറ്റുന്നു. ഇപ്പോൾ ആയുഷ് മാത്രേ വരുന്നു, ഋതുരാജിന് ടച്ച് ചെയ്യാൻ കഴിയുന്നില്ല. സഞ്ജു ആദ്യത്തെ കുറച്ച് മത്സരങ്ങളിൽ മോശമായിരുന്നു, പക്ഷെ അവിടെ ആയുഷ് മാത്രമാണ് കളിച്ചത്. ആയുഷ് മാത്രേ 6 മത്സരം കളിച്ചതിൽ 3 അദ്ദേഹത്തിന് 50 ഉണ്ട്. 6 മത്സരത്തിൽ 200+ സ്കോർ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഒരു ആംസ്ട്രിങ് വരുന്നു, സീസൺ ഔട്ട് ആവുന്നു. ഖലീൽ അഹമ്മദ് നന്നായിട്ട് കളിക്കുന്നു, ഡെത്ത് ഓവറൊക്കെ നന്നായിട്ട് ചെന്നൈക്ക് വേണ്ടി ഡെലിവർ ചെയ്യുന്നു, അദ്ദേഹത്തിന് ഇഞ്ചുറി വരുന്നു. അങ്ങനെ ഓരോ പ്ലേയേഴ്സും ചെന്നൈ സെറ്റായി വരുന്നു എന്ന് തോന്നുന്ന സമയത്ത് ഓരോ പ്ലേയേഴ്സിന് പിന്നീട് ഇപ്പോൾ ഓവർട്ടൺ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഗംഭീരമായിട്ട് കളിക്കുന്നു. അത് കാംബോജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെന്നൈക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത താരം അദ്ദേഹമാണ്. 8 മത്സരങ്ങളിൽ നിന്ന് 10 വിക്കറ്റ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. ബാറ്റിങ്ങും നല്ല രീതിയിൽ ചില മത്സരങ്ങളിൽ നല്ല നിർണായകമായ പ്രകടനം ബാറ്റ് കൊണ്ടെടുത്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിനും അപ്രതീക്ഷിതമായിട്ട് പരിക്കുമെന്ന് അദ്ദേഹം UK മടങ്ങുന്നു. വലിയൊരാളുടെ പേര് പറഞ്ഞില്ല, മഹേന്ദ്ര സിംഗ് ധോണി. ഈ സീസൺ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് എന്ത് മനസ്സിലായിട്ടില്ല, കളിക്കുന്നതില്ലല്ലോ അദ്ദേഹം. ഒരു 2 ആഴ്ച സാന്നിധ്യമായിട്ട് കഴിഞ്ഞിട്ട് ടീമിനൊപ്പം ചേരും, കളിക്കും, ചെപ്പോക്കിൽ എന്റെ അവസാന കളി കളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ്. അദ്ദേഹം ഇതുവരെയും കളിച്ചിട്ടില്ല. അദ്ദേഹം ഒരു സാന്നിധ്യമായിട്ട് ടീമിനൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന്റെ സമീപം ടീം പറയുന്നത് അതായത് കളിയുള്ള ഗ്രൗണ്ടിലൊന്നും വരില്ല, ഈ കുറച്ച് റീലുകളിലൊക്കെ പ്രത്യക്ഷപ്പെടാം എന്നുള്ള ഒരു സാന്നിധ്യം. നമസ്കാരം, സ്വന്തം ടീമിന്റെ ലെജൻഡ് പിന്തുണ വലിച്ചല്ലോ അല്ലെ. അപ്പോ ഇത് പറയുന്നത് ചെന്നൈക്ക് ഇഞ്ചുറികൾ തന്നെയാണ് ചെന്നൈയുടെ പ്ലാൻ മൊത്തം തെറ്റുന്നത്. വേറെ ഒരു ടീമും അശ്വിന് കഴിഞ്ഞ ഇന്നാണ് പറഞ്ഞു തോന്നുന്നു ചെന്നൈ ടീം മെഡിക്കൽ ടീമിനെതിരെ അതെ 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 അശ്വിന്റെയും സ്വന്തം ടീമായിരുന്നു ചെന്നൈ. അശ്വിൻ പോലും അല്ല, ആ വിധമാണ് പ്ലേയേഴ്സിന് ഇഞ്ചുറി പറ്റുന്നത്. അത് മത്സരത്തിനിടയിൽ പറ്റുന്ന ഏറുകൊണ്ട് അല്ലാതെയുള്ള ഇഞ്ചുറികൾ നമുക്ക് മനസ്സിലാക്കാം. ഇത് പ്രോപ്പർ മെഡിക്കൽ ടീമിന്റെ അഭാവം തന്നെയാണ്, നല്ല മെഡിക്കൽ ടീമിന്റെ അഭാവം തന്നെയാണ് ഇത്തരത്തിലുള്ള ഇഞ്ചുറികൾ കുറെ വരാൻ കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ പകരം വന്ന സ്പെൻസർ ജോൺസൺ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ മത്സരത്തിൽ, അതായത് നല്ല അടി വാങ്ങി, എല്ലാവരും നല്ല അടി വാങ്ങിയ മത്സരത്തിൽ ഭേദപ്പെട്ട പ്രകടനമാണ് സ്പെൻസർ ജോൺസൺ നടത്തിയത്. ഒരു വിക്കറ്റ് നേടിയിട്ടുണ്ട് അദ്ദേഹം. അതെ, നല്ല വിക്കറ്റ്, നല്ല ബോൾഡായിരുന്നു. ശേഷിക്കുന്ന 2 മത്സരങ്ങളും നല്ലൊരു വിജയം നേടാൻ ചെന്നൈക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഒപ്പം തന്നെ അൻഷുൽ കാംബോജ് ചെന്നൈയുടെ ടോപ്പ് പ്ലെയറാണ്. അദ്ദേഹം പർപ്പിൾ ക്യാപ്പ് ലിസ്റ്റിൽ ഏറ്റവും മുന്നിൽ തന്നെയുണ്ട്, ഭുവിക്ക് തൊട്ട് പിന്നിലായിട്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇന്ന് കിട്ടിയ അടി, അത് IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം ഇക്കോണമി എന്നൊരു നാണക്കേടിലേക്ക് അദ്ദേഹം പോവുകയാണ്. 23 അതായത് മിനിമം 2 ഓവർ എറിഞ്ഞ ബൗളർമാരിൽ ഏറ്റവും കൂടുതൽ ഇക്കോണമി ഉണ്ടായിരുന്നത് വാഷിംഗ്ടൺ സുന്ദറിനായിരുന്നു DCക്കെതിരെ 2024. അത് മാറി ഇപ്പോൾ 23.6 അദ്ദേഹത്തിൻ്റെ ഇക്കോണമി എന്ന് പറയുന്നത്. അത് അൻഷുലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ട്രോമയിൽ നിന്ന് തിരിച്ചു വരാൻ എന്തായാലും സമയം എടുക്കുന്നില്ല. അതായത് 2 ഓവറുകളിൽ തുടർച്ചയായിട്ട് അദ്ദേഹത്തിന് 4 സിക്സറുകൾ ബാക്ക് ടു ബാക്ക് അടിക്കുകയാണ്. അതൊരു ഭയങ്കര ഇതാണ്. ഇപ്പോൾ 24 എന്നുള്ള നിലയ്ക്ക് എത്തിയ സമയത്താണ് നിക്കോളാസ് പുരാൻ തുടർച്ചയായിട്ട്
ഈ 4 സിക്സ് മാർഷ് അടിച്ചത് നമുക്ക് പരിഗണിക്കാം, പക്ഷെ ഫോമിലല്ലാത്ത പൂരനെ വരെ ഫോമാക്കി കളഞ്ഞു. ഫോമാക്കി കളഞ്ഞത്. അല്ല, പൂരം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ആയിട്ട് എല്ലാ ഫോമിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. കമ്പോജിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വൈവിധ്യം ഇല്ല. ഒരേ ലൈൻ, ഈ മാർച്ച് 4 സിക്സ് എന്ന് പറയുമ്പോൾ ഒരേ ലൈൻ ഒരേ സ്ഥലത്ത് പിച്ച് ചെയ്യുന്നു, ആ പന്ത് ബൗണ്ടറി. അതിൽ ഒരു 6 വെച്ച് ബാക്കി 3 സിക്സും ഏകദേശം നമ്മൾ റിപ്ലൈ കാണുന്ന ടൈപ്പ് സാധനം തന്നെയായിരുന്നു. ഒരു അദ്ദേഹം കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത്. പൂരൻ അടിച്ചതും ഏതാണ്ട് അതേ ലൈനിലുള്ള പിന്നെ ഷോട്ടുകളാണ് ഇവിടെ. അപ്പൊ തീർച്ചയായിട്ടും ചെന്നൈക്ക് ആ ഒരു ഇഞ്ചുറി എന്നുള്ള ക്ഷീണമൊക്കെ മാറി പ്ലെയേഴ്സിന് കോൺഫിഡൻസ് എടുക്കുക എന്നുള്ളതാണ് അവർക്ക് ചെയ്യാനുള്ളത്. കാരണം ഇനി നല്ല 2 ടോപ്പ് മാച്ചാണ് അവർക്ക് നടത്താനുള്ളത്. അടുത്ത മത്സരം ഹൈദരാബാദിനെതിരെ, അത് കഴിഞ്ഞിട്ട് ഗുജറാത്തിനെതിരെ. അതിൽ 2ലും വിജയിച്ചാൽ മാത്രമേ സാധ്യതയുള്ളൂ, പ്ലേ ഓഫിലേക്ക് എത്തുള്ളൂ. അത് സാധ്യതയുള്ളൂ. സഞ്ജുവിന്റെ ഫോം എല്ലാം കൂടി ഇനിയുള്ള 2 മത്സരങ്ങളിൽ നിർണായക സമയത്ത് സഞ്ജു എപ്പോഴും തിളങ്ങും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു സഞ്ജുവിനെ ഇനി നമുക്ക് വേണം. ഒപ്പം തന്നെ ബൗളിങ്ങിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സ്പെൻസർ ജോൺസൺ വളരെ പെട്ടെന്ന് തന്നെ, അദ്ദേഹം ഈ സീസണിൽ ആദ്യത്തെ മത്സരമാണ് കളിക്കുന്നത്, പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ടീമായിട്ട് അഡാപ്റ്റായി ഇത്രയും നല്ലൊരു നല്ല സ്കോർ പറഞ്ഞ മത്സരത്തിലും അദ്ദേഹം ഭേദപ്പെട്ട രീതിയിൽ പന്തെറിഞ്ഞു എന്നുള്ളത് ചെന്നൈക്ക് ഒരു പോസിറ്റീവ് തന്നെയാണ്. ഇതില് പിന്നെ നമ്മുടെ കമ്പോജൊക്കെ ശരിക്കും പഠിക്കേണ്ടത് മായങ്ക് യാദവിന്റെയും ഇതുപോലെ ഫസ്റ്റ് മാച്ച് കളിച്ച ആകാശിന്റെ ഒക്കെ പന്തുകൾ കണ്ടിട്ട് തന്നെയാണ്. കാരണം അവര് കൃത്യമായിട്ട് ലൈനിൽ അവരുടെ പന്തുകൾക്ക് ബൗൺസ്. മത്സരത്തിന്റെ പുറത്ത് കമ്പോജിന് ആ രീതിയിൽ കുറ്റം പറയാനും പാടില്ല കേട്ടോ. അല്ല, കുറ്റം പറയുന്നില്ല, മൊത്തത്തിൽ അദ്ദേഹത്തിന് അടി കിട്ടേണ്ട ദിവസമാണ് അദ്ദേഹത്തിന് കിട്ടി. അല്ല, പക്ഷേ 4 സിക്സ് അടുത്ത കളി കമ്പോജ് ഫോം ആവും. അല്ല, ഞാൻ പറയുന്നതാണ്, അതായത് 8 തുടർച്ചയായി 8 പന്തുകളിൽ സിക്സറുകൾ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ ബോളർ കൂടി ഒന്ന് ചിന്തിക്കേണ്ടതാണ്. കാരണം അദ്ദേഹത്തിന്റെ ലൈനിൽ എന്തെങ്കിലും ഒരു വൈവിധ്യം, ഒരു വൈഡ് യോർക്കർ എറിയാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു സ്ലോ ബോൾ കൃത്യമായിട്ട് എറിയാൻ ശ്രമിക്കുന്നില്ല. ഒരു ബോളർക്ക് ഒരു 6 കൊടുക്കുമ്പോൾ നോർമലി ആ ബോളർ ഒരു പേസ് ബോളർ ആണെങ്കിൽ കുറച്ചുകൂടി അവർ അഗ്രസീവ് ആവും. ആദ്യ പന്തിൽ തന്നെ അല്ലെങ്കിൽ രണ്ടാമത്തെ പന്തിൽ തന്നെ സിക്സർ ചെയ്യുമ്പോൾ ഈ കമ്പോജ് ഭയങ്കര നിരാശനാവുന്നു. അതെ, ആ ഒരു നൈരാശ്യം, പൃഥ്വിരാജിന്റെ ഫേസും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഫേസ് ആയിട്ട് തോന്നിയില്ല. ആ ഒരു നൈരാശ്യത്തിലേക്ക് അങ്ങ് വീണ് പുള്ളി അങ്ങ് ഇല്ലാതായി പോകുന്ന ഒരു സിറ്റുവേഷനാണ്. ഇവിടേക്ക് മായങ്ക് യാദവിന്റെ പന്തുകൾ പിന്നെ അദ്ദേഹം 150 വേഗത്തിലൊക്കെയാണ് പന്തെറിയുന്നത്. പന്തുകൾ പേസ് ഉണ്ട്, ബൗൺസ് ഉണ്ട്, വൈവിധ്യമുണ്ട്. കൃത്യമായിട്ട് മറ്റുള്ളവരെ ബോളേഴ്സിന്റെ ഒക്കെ ഇപ്പം ഫസ്റ്റ് മത്സരം കളിച്ച ആകാശിന്റെ പന്തുകൾ പോലും ആ ഒരു വൈവിധ്യം നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ കമ്പോജ് ആകെ നിരാശനായി ഹതാശനായി പന്തെറിയുന്ന ഒരു ഫീലാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിച്ചു വരേണ്ടത് അത്യാവശ്യമാണ്. ഇനിയുള്ള 2 മത്സരങ്ങൾ ജയിക്കുകയാണെങ്കിൽ തന്നെ പിന്നെ മറ്റ് ടീമുകളുടെ പഞ്ചാബ് രാജസ്ഥാനും തോൽക്കേണ്ടി വരും. അതെ, ആ ഒരു മറ്റു ടീമുകളുടെ പിന്നെ ഫലത്തെ ആശ്രയിച്ചു വേണം ഇവർക്ക് വരാൻ തോന്നുന്നു. MSK പ്രഡിക്ഷൻ ഉണ്ടോ? CSK തിരിച്ചു ഇപ്പോ സഞ്ജു ഫോമിലെത്തണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സഞ്ജു കളിക്കുമ്പോൾ മാത്രം CSK ജയിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഒരു കളി വെച്ച് എല്ലാ കളികളിലും സഞ്ജു കളിച്ചപ്പോഴാണ് ജയിച്ചിട്ടുള്ളത്. ഇന്നത്തെ മത്സരത്തിൽ പോലും സഞ്ജു ഒരു ലോങ് ഇന്നിങ്സ് തന്നെ കളിക്കാം എന്നുള്ള രൂപത്തിൽ തന്നെയാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓവർ കണ്ടാൽ തന്നെ നമുക്കറിയാം, അദ്ദേഹം സാധാരണ അദ്ദേഹത്തിന്റെ ഈ പിന്നെ ബാറ്റ് ചെയ്യുന്ന സ്റ്റാൻസ് പോലും അദ്ദേഹത്തിന്റെ ഒരു ഇതെടുത്തിരിക്കുന്നത് അദ്ദേഹം ലെഗ് സ്റ്റമ്പിൽ നിന്നും കുറച്ചുകൂടി മാറിയിട്ടാണ്. ഷമിയുടെ പന്തുകൾ നേരിടാൻ ഫസ്റ്റ് ഓവറിൽ 3 ബൗണ്ടറി നേടി, ഓഫ് വിക്കറ്റ് 3 വിക്കറ്റുകളും കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു 5th അല്ലെങ്കിൽ ബൗണ്ടറി ജസ്റ്റ് ഒന്ന് എഡ്ജ് ആയിരുന്നു, അത്. അതെ, പക്ഷെ അദ്ദേഹത്തിന്റെ അതായത് പിന്നെ ഒരു 5th സ്റ്റമ്പിലോ അല്ലെങ്കിൽ 4th സ്റ്റമ്പിലോ വരുന്ന പന്തുകളെ നേരിടാം, അല്ലെങ്കിൽ ഷമിയുടെ പന്തുകൾ കൃത്യമായിട്ട് അദ്ദേഹം ജഡ്ജ് ചെയ്തുകൊണ്ട് ലെഗ് സൈഡിലേക്ക് പക്ഷെ അദ്ദേഹം പിന്നീട് ഈ ഋതുരാജ് ഗെയ്ക്വാദ് ഔട്ടായതിനു ശേഷം പ്രിൻസ് യാദവിന്റെ ഓവർ വരുന്ന സമയത്ത് സഞ്ജു പിന്നീട് അദ്ദേഹത്തിന്റെ ഓഫ് സൈഡിലേക്ക് കുറച്ചുകൂടി കയറി നിന്നിട്ട് അദ്ദേഹത്തിന്റെ പതിവ് സ്റ്റാൻസിലേക്ക്, അതായത് ആ സമയത്ത് അദ്ദേഹം ഗിയർ മാറ്റുകയാണ്. ഫസ്റ്റ് ഓവറിൽ അദ്ദേഹത്തിന്റെ ഒരു അഗ്രസീവ് കുറച്ചുകൂടി ലെഗ് സൈഡിലേക്ക് ഇറങ്ങി നിന്നിട്ട് ഓഫ് സൈഡിൽ വിട്ടു കൊടുത്തിട്ട് കളിക്കുക എന്നുള്ളൊരു മൂഡിലായിരുന്നു. ഋതുരാജ് ഔട്ടായതിനു ശേഷം അദ്ദേഹം തിരിച്ച് പഴയതുപോലെ വരുന്നു. പക്ഷേ ആ ഒരു ഷോട്ടിൽ അദ്ദേഹം ഔട്ടാവുന്നു. നന്നായിട്ട് യോർക്കർ എറിയുന്ന താരം കൂടിയാണ്. അതെ, കളിക്കാർ ജഡ്ജ് ചെയ്തിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ അഗ്രസീവ് സ്റ്റൈൽ മൂഡ് കളിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ സഞ്ജു വിചാരിച്ച പോലത്തെ ഒരു ദിവസമായിരുന്നില്ല സഞ്ജുവിന്. ആറുചാമിയുടെ പ്രകടനം 12 പക്ഷെ അവസാനം തന്റെ ബിഗ് ഹിറ്റിംഗ് കഴിവ് ആള് തെളിയിച്ചിട്ടുണ്ടായിരുന്നു. അവസാന ഓവറിൽ 23 റൺസെറ്റ് വന്നു. അപ്പൊ അത് ഒരു പക്ഷേ CSK ഇനിയുള്ള മത്സരങ്ങളിൽ ഒരു കോൺഫിഡൻസ് ആയിരിക്കും. ഇനി 2 മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളതാണ് CSK കോൺഫിഡൻസ് തകർക്കുന്ന കാര്യങ്ങളിലൊന്ന്. പക്ഷെ ഇന്നത്തെ മത്സരം ജയിച്ചിരുന്നെങ്കിൽ അവർക്ക് 3ാം സ്ഥാനത്തേക്ക് എത്താമായിരുന്നു ചെന്നൈക്ക്. കാരണം നല്ല റൺ റേറ്റ് ഉണ്ടായിരുന്നു.
പക്ഷെ ഇപ്പോൾ സ്റ്റിൽ അവർ 6ാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഉർവിൽ പട്ടേലായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഇവരെ തകർത്ത് വിട്ടത്. പക്ഷെ ഉർവിൽ പട്ടേലിന് അവർ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെയുള്ള പന്തുകളൊക്കെ. അതായത് നല്ല ബൗൺസിൽ വരുന്ന പന്തുകളാണ്, ബോഡിയിലേക്ക് വരുന്ന പന്തുകളായിരുന്നു ആ പന്തുകൾ. കൃത്യമായിട്ട് ബോഡിയിലേക്കാണ് പന്ത്. അതെ, അങ്ങനെയുള്ള പന്തുകൾ നേരിടാൻ അദ്ദേഹം, അതായത് ഒരു ലെഗ് സൈഡിഷ് പ്ലെയർ ആണ്, ലെഗ് സൈഡിൽ കൂടുതൽ അടിക്കുന്ന ഒരു പ്ലെയർ ആണ് ഉർവിൽ പട്ടേൽ. അപ്പോൾ അത് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തെ കൃത്യമായിട്ടും ബോഡി ലൈനിൽ തന്നെ പന്തെറിഞ്ഞുകൊണ്ട് പിന്നെ എന്താ പറയുക, ഈ അദ്ദേഹം 6 പന്തുകൾ നേരിട്ടു, 5 റൺസാണ് നേടിയത്. അദ്ദേഹത്തെ കുടുക്കിയ ആ ഒരു പിന്നെ ഇവരുടെ തന്ത്രങ്ങളും മറ്റുമൊക്കെ കൃത്യമായിരുന്നു. സഞ്ജുവിനെ ഋഷഭ് പന്തിന്റെ ക്യാപ്റ്റൻസിയും ഇന്ന് നന്നായിട്ട് വന്നിരുന്നു. കാരണം അവിടെയൊക്കെ സഞ്ജുവിന്റെ ആ ഒരു ലെഗ് സൈഡ് കറക്റ്റ് പുള്ളിക്ക് മാറേണ്ട കാര്യമൊന്നുമില്ല, കയ്യിൽ തന്നെ വന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. സ്വന്തം ഇറങ്ങാതിരിക്കുന്ന തീരുമാനവും നന്നായിരുന്നു എന്ന് തോന്നുന്നു. പരിക്കാൻ തോന്നുന്നു അല്ലെ ഋഷഭ് പന്തിന്? ഇടക്ക് കീപ്പിങ്ങിൽ പരിക്ക് പറ്റിയതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട് അവസാനത്തെ ഡൈവിന്റെ സമയത്ത്. ഇനിയിപ്പോൾ എന്തായാലും പിന്നെ അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ ഗുജറാത്ത് വേഴ്സസ് KKR ആണ് ഇഡൻ ഗാർഡൻസിൽ. എന്താണ് ഗുജറാത്ത് വേഴ്സസ് KKR ഇഡൻ ഗാർഡൻസ് ആണ്. ഗുജറാത്ത് വേഴ്സസ് KKRല് പിന്നെ ഞാൻ KKRന്റെ കൂടെ നിൽക്കും. കാരണം ഇഡൻ ഗാർഡൻസ് KKRന്റെ ഹോം ഗ്രൗണ്ടാണ്. പിന്നെ KKRന് ഈ ഒരു സീസണിൽ, കാരണം അവസാന ഘട്ടത്തിൽ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമുകളിൽ ഒന്നായി മാറിയിരിക്കുന്നു. ഇപ്പം LSG അവസാന നിമിഷം ഫോമിലേക്ക് എത്തിയിരിക്കുന്നു, മുംബൈയും അതേപോലെ ഫോമിലേക്ക് എത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവസാന മത്സരങ്ങളിൽ അവർ KKR വിജയത്തിലേക്ക് എത്തും തോന്നുന്നു. എൻ്റെ പ്രഡിക്ഷൻ ഗുജറാത്താണ്. ഇന്നലെ ഇന്നും അടിവാരം ടീംസുകൾ ഈ പ്ലേ ഓഫിന് ഫൈറ്റ് ചെയ്യുന്ന ടീമുകളെ വഴിമുടക്കിയിട്ടാണ് ഉള്ളത്. പക്ഷേ നാളെ അത് സംഭവിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. KKRനെ തോൽപ്പിച്ച് ഗുജറാത്തായിരിക്കും ഈ സീസണിലെ ആദ്യം പ്ലേ ഓഫ് കൺഫേം ചെയ്യുന്ന ടീം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനും ഗുജറാത്തിനൊപ്പം നിൽക്കുന്നു. കാരണം അവർ തുടർച്ചയായിട്ട് 5 മത്സരങ്ങൾ വിജയിച്ചുകൊണ്ടാണ് വരുന്നത്. ഈ ഒരു മത്സരം കൂടി വിജയിച്ചു കഴിഞ്ഞാൽ 18 പോയിന്റ് ആവും. സമീർ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് പ്ലേ ഓഫിലേക്ക് ആദ്യമായിട്ട് കയറുന്ന ടീമായി ഗുജറാത്ത് മാറും. അത്രയും പോസിറ്റീവാണ് അവരുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും. ബാറ്റിംഗ് ആയാലും ബൗളിംഗ് ആയാലും ഫീൽഡിംഗ് ആയാലും എല്ലാം അത്രയും പോസിറ്റീവാണ് കളിക്കുന്നത്. മറുവശത്ത് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഈ മത്സരം വിജയിക്കണം. ചെന്നൈക്ക് വല്ല സാധ്യതയുണ്ടോ? ചെന്നൈക്ക് ഇനിയുള്ള 2 മത്സരങ്ങൾ വിജയിച്ചാൽ ചെന്നൈക്ക് സാധ്യതയുണ്ട്. 16 പോയിന്റ് ആവും. 4ാം സ്ഥാനക്കാരായിട്ട് ചെന്നൈക്ക് കയറാവുന്നതേ ഉള്ളൂ. കാരണം അതിനകത്തൊന്ന് കളിക്കാനുള്ളത് ഗുജറാത്തിനെതിരെയാണ്. സ്വാഭാവികമായിട്ടും 4ാം സ്ഥാനത്തേക്കുള്ളൊരു സാധ്യത ചെന്നൈക്ക് ഇപ്പോഴും ഉണ്ട്. 2 മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ നിർണായകവും. ചെന്നൈക്ക് റൺ റേറ്റ് ഉണ്ട്. അതാണ് ചെന്നൈക്ക് ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പം എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചെന്നൈയുടെ മത്സരത്തെക്കുറിച്ച്, ചെന്നൈയുടെ സാധ്യതകളെക്കുറിച്ച്, ഒപ്പം തന്നെ അത്രയും ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന IPL പ്ലേ ഓഫ് സാധ്യതകളെക്കുറിച്ചും ഒക്കെ പറയാനുണ്ടാകും. നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ടാക്ടിക്സ് അവസാനിക്കുകയാണ്. നാളെ വീണ്ടും കാണാം. നമസ്കാരം.